ഹലോ ഗായ്സ്. അപ്പോൾ വിഷു നമ്മൾ തൃശ്ശൂർക്കാരുടെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഒരു വിഷുക്കട്ടില്ലാത്തൊരു വീട് പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് വിഷുക്കട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വിഷുക്കട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോക്ക് കിടന്നാലോ. അപ്പോൾ ഇതിനാദ്യം വേണ്ടത് 3 ഗ്ലാസ് പച്ചരിയും പിന്നെ 2 നാളികേരം ചിരുക്കിയതാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഈ നാളികേരം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തന്നെ അടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് അടിച്ച് കിട്ടിയിട്ട് നമുക്ക് ഇതിനൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ 1-ാം പാൽ ഇവിടെ റെഡി ആയിട്ട് നമുക്ക് 2-ാം പാൽ ഉണ്ടാക്കാനുള്ള തയ്യാറെടുക്കാം. അപ്പോൾ 2-ാം പാൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ഒരു വലിയൊരു പാത്രത്തിലാണ് വെച്ചേക്കണത്. കാരണം നമ്മൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോണത്. അത് കഴിഞ്ഞ് ഒരു വട്ടം കൂടി നമ്മൾ ആ പീരേനെ ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും ഒന്ന് പിഴിഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ 2-ാം പാലും 3-ാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റവിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ സിമ്മിലിട്ട് വയ്ക്കാൻ നിൽക്കണ്ട. കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് ഫുള്ളിലിട്ട് വെക്കുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്നൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചൂടായി കഴിഞ്ഞെങ്കിൽ സിമ്മിലിട്ട് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഒരു പാനി ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ പാനി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു പാനാണ് ആവശ്യം. അതിലേക്ക് നമ്മൾ ഒരു ശർക്കര മുഴുവനും പിന്നെ ഒരു കുറച്ചും കൂടി കഷ്ണങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിലും കുറച്ചും കൂടി എടുത്ത് 2-3 എണ്ണം എടുത്ത് ഇടുക. ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ അളവിലെടുക്കണം. അപ്പോൾ ശർക്കര ഒന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് 2 കൂട്ടൊന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ചുക്കാണ്. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കഷ്ണം ചുക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ജീരകമാണ്. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടിനൊന്ന് ചതച്ച് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര അവിടെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി അതിന് വെള്ളം ഒന്ന് വറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ടി പോലെ ആയി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൽ അവിടെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അരി കഴുകി തലക്ക് എടുത്തിടാം. കുറച്ചറിയും നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അരി ഒന്ന് വേകുമ്പോഴേക്കും നമുക്ക് അടുത്തത് പാനി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ നേരത്തെ ചതച്ച് വെച്ച് ആ പൊടിയിൽ നിന്ന് ഒരു ഇത്തിരി എടുത്ത് നമുക്ക് അതിലിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ 1-ാം പാൽ ഉണ്ടായില്ല. അതിൽ നിന്ന് ഒരു 1.5 കയ്യിലെടുത്തിട്ട് അതിൽ നിന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് കുറുകി വരും വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നന്നായിട്ട് കുറുകിയുണ്ട്. അപ്പോൾ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് വേവിയുണ്ട്. 2-ാം പാലിൽ 3-ാം പാലിൽ ഇട്ടിട്ട് ഇനി നമുക്ക് 1-ാം പാൽ ഇതിൽ ഒഴിച്ച് കൊടുക്കാം. 1-ാം പാൽ വെച്ചെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പിന്നെ അടിയിലൊക്കെ പിടിച്ച് പോകും. ഇനി ഇതൊന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മൾ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുകയില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ 1-ാം പാലിൻ്റെ ബാക്കി ഫുള്ള് എടുത്തിയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇതൊന്ന് ചെറുതായിട്ട് വറ്റും. അപ്പോഴേക്കും നമ്മൾ കുറച്ച് ജീരകം എടുത്തിടയിൽ. ഞാൻ അവിടെ ഒരു ചെറിയൊരു സ്പൂണായിട്ടാണ് ജീരകം എടുത്തേക്കണത്. ജീരകം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ഓരോ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെക്കുക. പ്ലേറ്റിലിടുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റിൽ തന്നെ നമ്മൾ മാക്സിമം ഇടാൻ ശ്രമിക്കുക. ഇനി ഇത് കുറച്ചധികം ഒന്ന് തണുക്കാൻ വയ്ക്കുക. അപ്പോഴേക്കും നന്നായിട്ട് സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് എന്തായാലും 3 പ്ലേറ്റിക്കുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ 3 ഗ്ലാസ് പച്ചരിയും 2 നാളികേരമാണല്ലോ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു അളവിൽ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 3 പ്ലേറ്റെങ്കിലും കിട്ടും. അപ്പോൾ ഇതുവരെയായിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കി നോക്കാം. എന്തായാലും നമ്മൾ തൃശ്ശൂരുള്ളവർക്ക് ഇത് വലിയൊരു പുതുമയുള്ളതല്ല. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. മസ്റ്റായിട്ടാണ് വിഷുവിന് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയണത്. നമ്മൾ ശർക്കരപ്പാനി നേരത്തെ ഉണ്ടാക്കി വെച്ചത് ചെറുതായിട്ടൊന്ന് അതിൽ മേലേക്കോടെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണം നമ്മൾ മുക്കിയൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ശർക്കരപ്പാനി ഇല്ലെങ്കിലും ചുമ്മാ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് വയ്ക്കാമല്ലോ. അപ്പോൾ എൻ്റെയൊക്കെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. ശർക്കരപ്പാനി കൂടി കഴിക്കാൻ ഇഷ്ടമല്ല. അതാണ് എൻ്റെ മോന്ത അങ്ങനെ ഇരിക്കണത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.